അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളം അതിദാരിദ്ര്യമുക്തം എന്നുള്ള കണ്ടെത്തലിന് പിന്നിലെ മാനദണ്ഡമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിലുണ്ട്. പ്രഖ്യാപനം തട്ടിപ്പാണെന്നും സർക്കാരിൻ്റേത് കള്ളക്കണക്കാണെന്നും സതീശൻ ആരോപിച്ചു. അതീവ ദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ? പ്രധാനം ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 64,006 പേർക്കാണ് അല്ലേ ലിസ്റ്റ്? 64,000. ഈ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു LDFൻ്റെ. അതിൽ ഐറ്റം നമ്പർ 215 ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം 4.5 ലക്ഷത്തിലധികം വരില്ല എന്നാണ്. ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ, അതായത് AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ 1.5 ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 4.5 ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും. CPMൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? അതാണ് ചോദ്യം. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു 4.5 ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന്. അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് 64,000 പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതിദാരിദ്ര്യം, സ്വന്തമായ ഭൂമി, കെട്ടുറപ്പുള്ള ഭവനം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി GR അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള തന്ന മറുപടിയുണ്ട്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രരായിട്ടുള്ളവർക്കാണ് AAY കാർഡുകൾ നൽകി വരുന്നത്. ആ അന്നയോജന ആ പദ്ധതി പ്രകാരം AY കാർഡ് കൊടുക്കുന്നത്. അതായത് ദരിദ്രരിൽ അതിദരിദ്രർ ആയിട്ടുള്ളവർക്ക്. അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ AY വിഭാഗത്തിൽ എത്ര കാർഡാണെന്നറിയാമോ? 5,95,800 പേരുണ്ട്. ദരിദ്രരിൽ അതിദരിദ്രം കേരളത്തിലുണ്ട് 5,90,000 പേര്. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന, സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആണ് 5,95,000 പേരുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരൊന്നും ഈ കൂട്ടത്തിൽ പെടില്ല. എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് 64,000 പേരുടെ പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കേണ്ടത്. എന്താ മാനദണ്ഡം? ഇപ്പോൾ 1.5 ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു. അത് അഗതികളായിട്ടുള്ള ആളുകളാണ്. അഗതികൾ, കാരണം ഒരു നിവൃത്തിയില്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രരെന്ന് പറയുന്നത്? അപ്പോഴും ആ 1.5 ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ്. പ്ലാനിംഗ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ? പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത്? ഈ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഇതിൻ്റെ ഒരു മെത്തഡോളജി? ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു? 64,000 പേർക്ക്
ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഈ പ്രഖ്യാപിച്ച 64,000 പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും വീടായോ? എല്ലാവർക്കും വീടായോ? വീടില്ലാത്തവർ തന്നെ ഇവർ കണക്കാക്കിയിരിക്കുന്ന 5,95,000 പേരിൽ ഇനിയും 1,50,000 പേർക്ക് വീട് കൊടുക്കാനുണ്ട്. 10 കൊല്ലം കൊണ്ട് ഇവരാകെ പണിതത് 4,60,000 വീടാണ്. ലൈഫ് മിഷനിൽ പണിതത് ആകെ പണിത് അത് തന്നെ 5,95,000 പേരുടെ പേരുണ്ട്, വേറെയുണ്ട്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി. പ്രചരണത്തിന് വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. ഈ പാവപ്പെട്ടവരെ വെച്ചുകൊണ്ട് അവർക്ക് നീതി കൊടുക്കാതെ, അവരോട് നീതിപൂർവമായി പെരുമാറാതെ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6,400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദിവാസികളുണ്ട് 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് പെടുത്തിരിക്കുന്ന ഈ 64,000-ൽ 6,400 പേരെ അതിൻ്റെ അകത്തുള്ളൂ. 6,500 കുടുംബമുള്ളൂ. അപ്പോൾ ഏകദേശം 1,10,000-ഓളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായോ? ഈ ലിസ്റ്റിൽ വരില്ലേ? ഈ കാറ്റഗറി വരില്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ 2002 ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത്. അതിന് പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി 2007. അത് പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അഗതികളെ മാത്രമാണ് അതന്ന് ശ്രദ്ധിച്ചത്. അതിന് ഇന്ദിരാ ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിൻ്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ്. ഇന്നലെ ചെയ്ത മാതിരി നിങ്ങൾക്കറിയാമല്ലോ, മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2,500 രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തും പറഞ്ഞു. 4.5 കൊല്ലം ഒന്നും ചെയ്യാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച അത് 2,000 രൂപയാക്കി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയാണ്. മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ് ചോദ്യം ചെയ്യുന്നത്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി 2,500 ആക്കും എന്ന്, 1,600-ൽ നിന്ന് 2,500 ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് 4.5 കൊല്ലം 1 രൂപ കൂട്ടാതെ, 1 രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിതാ 2,000 ആക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവരുദ്ദേശിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ? അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ. കള്ളക്കണക്ക് കൊണ്ടാണ്, സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം. സർക്കാർ അതിൽ നിന്ന് പിന്മാറണം. തെറ്റാണത്. കേരളത്തിൽ അതീവ ദരിദ്രരും പരമദരിദ്രരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളമുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം. ഇതങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് മെത്തഡോളജിയാണ്, എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ അതൊന്നും പറയുന്നില്ലല്ലോ. എന്തായിരുന്നു മാനദണ്ഡം വേണ്ടേ ഇത് നിശ്ചയിക്കാൻ? അതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ. അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ്, കള്ളപ്രചരണമാണ്. ഇതിൽ നിന്ന് പിന്മാറും.